വേലൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിലെ പ്രോജക്ടുകൾ സ്പിൽ ഓവർ ആയിരിക്കുകയാണെന്നും അധികാരത്തിൽ കയറി 6 മാസമായിട്ടും UDF ഭരണസമിതിക്ക് ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിക്കാത്തതാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷമായ LDF മെമ്പർമാർ ആരോപിച്ചു. പ്രതിപക്ഷ വാർഡുകളിലേക്ക് തുച്ഛമായ തുകയാണ് നൽകിയിരിക്കുന്നത്. ജനങ്ങളോടുള്ള വിവേചനമാണിത്. LDF മെമ്പർമാർക്ക് 10 ലക്ഷത്തിന് താഴെയും കോൺഗ്രസ് മെമ്പർമാർക്ക് 20 ലക്ഷത്തോളം രൂപയുമാണ് നൽകിയിരിക്കുന്നത്. ഇത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുരടിപ്പുണ്ടാക്കും. ആരോഗ്യമേഖല താറുമാറായ അവസ്ഥയിലാണ്. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 488ഓളം OP-യാണ് പ്രതിദിനമുണ്ടാകുന്നത്. നിലവിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരൊഴിവിലേക്ക് ഡോക്ടറെ കൊണ്ടുവരാത്തത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണെന്നും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും LDF മെമ്പർമാർ ആരോപിച്ചു. നമ്മുടെ FHCയിൽ ഏകദേശം 400ഓളം രോഗികൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 ഡോക്ടർമാരാണ് നമുക്ക് നിലവിലുള്ളത്. രാവിലെ 2 ഡോക്ടർമാരും ഉച്ച കഴിഞ്ഞ് 1 ഡോക്ടറുടെയും സേവനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മാത്രമല്ല, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റ് ക്ലീനിങ് പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല. അത് ഈ മഞ്ഞപ്പിത്തം, ഡെങ്കി പോലെയുള്ള പകർച്ചവ്യാധികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ വളരെ അനാസ്ഥയോട് കൂടിയിട്ടാണ് ആരോഗ്യരംഗം പരിപാലിച്ചു പോകുന്നത്. ഈ UDF ഭരിക്കുന്ന വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.